വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വ്യക്തിപരമായി താല്പര്യമില്ല എന്ന് ഉടുമ്പൻചോല MLA എം മണി. പുതിയ മുഖങ്ങൾ വരുന്നതിൽ സന്തോഷമെന്നും പാർട്ടി നൽകിയ പരിഗണനയിൽ ഏറെ സന്തുഷ്ടനാണെന്നും മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ നോക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. എം മണിയുടെ പ്രതികരണം മീഡിയ 1 ബാലറ്റ് റൈഡിൽ. നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നേരെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായും LDF 3.0 അല്ലെ പിണറായി മൂന്നാം വട്ടം അല്ലെങ്കിൽ LDF മൂന്നാം വട്ടം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണല്ലോ LDF ഉള്ളത്. ആശാൻ എങ്ങനെ അടുത്ത തവണ മൂന്നാം വട്ടവും ഞങ്ങൾ ആശാനെ ഇവിടെ പ്രതീക്ഷിക്കണോ? തെരഞ്ഞെടുപ്പിൽ അതൊക്കെ പാർട്ടി തീരുമാനിക്കുന്ന പോലെയല്ലേ. വ്യക്തിപരമായ അഭിപ്രായം പറയുന്ന കാര്യമില്ല. പാർട്ടി മത്സരിക്കണമെന്ന് തീരുമാനിച്ചാൽ ഓക്കെയാണ്. എനിക്ക് വ്യക്തിപരമായി അങ്ങനെ അതിനകത്ത് താല്പര്യവുമില്ല. 2 ടേണായി 10 വർഷം, അതിൽ 5 വർഷം മന്ത്രിയായി. എനിക്ക് ചെയ്യാവുന്ന സേവനമൊക്കെ ചെയ്തിട്ടുണ്ട്. പാർട്ടി എല്ലാ പരിഗണനയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും മത്സരിക്കണമെന്ന വ്യക്തിപരമായി അങ്ങനെ ഒരു താല്പര്യവും ആഗ്രഹമൊന്നുമില്ല. പിന്നെ പാർട്ടി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് അനുസരിക്കും ഞാൻ. പുതിയ ആളുകൾ വരണം എന്നുള്ളൊരു ആഗ്രഹമാണോ അല്ലെങ്കിൽ പാർട്ടി വരുന്നതിലും സന്തോഷമാണ്. പിന്നെ പാർട്ടി നിർബന്ധിച്ചാൽ പക്ഷേ വഴങ്ങേണ്ടി വരും. പിന്നെ പാർട്ടി നിൽക്കണം എന്ന് പറഞ്ഞാൽ നിശ്ചയമായി നിൽക്കും. ഇല്ല, സന്തോഷപൂർവ്വമാണ്. എനിക്ക് ചെയ്യാവുന്ന കാര്യമല്ല ഈ 10 വർഷം കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. സമ്പൂർണ്ണ തൃപ്തനാണ് ഈ ഒരു കാലയളവിൽ. നമുക്ക് ചെയ്യാവുന്ന ഗവൺമെൻറ് നമ്മുടേതായ അതിൻ്റെ എല്ലാ ഗുണവും ഉണ്ടായി. ഇടുക്കി ജില്ലയിലാണ് ഇതുപോലെ റോഡുകളും എല്ലാം തീർന്നൊരു കാലഘട്ടമില്ല. അതിന് മാത്രം റോഡുകളാണ്, നല്ല റോഡ്, നല്ല ഭംഗിയായ റോഡ് കാണുന്ന ഇപ്പോൾ ഇടുക്കി ജില്ല വരണമെന്നാണ് വെളിയിൽ നിന്ന് വരുന്ന ആളുകൾ പ്രതികരിക്കുന്നത്. അതിലെല്ലാം ഒരു ചെറിയ പങ്കെങ്കിലും വഹിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് തികഞ്ഞ സന്തോഷമുണ്ട്. ഞാൻ ഒരു ടൈം മന്ത്രിയായിരുന്നു. സമ്പൂർണ്ണ വൈദ്യുതീകരണം വന്ന് നടത്തിയതാണ്. വൈദ്യുതി രംഗത്ത് വലിയ തരം മുന്നേറ്റം അന്നുണ്ടാക്കി. ആ മുന്നേറ്റം ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാൻ തികഞ്ഞ സംതൃപ്തനാണ്. ഈ ആദ്യത്തെ ഒരു 5 വർഷം മന്ത്രിയായിരുന്നു. സ്റ്റേറ്റ് മൊത്തം ഓടി നടക്കേണ്ട ചുമതലകൾ ഉണ്ടായിരുന്നു. പിന്നീട് നേരെ മണ്ഡലത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ കുറെ കൂടി സമയം കിട്ടി. മണ്ഡലത്തിൽ മാത്രമൊന്നുമല്ല, ഞാൻ ഇപ്പോഴും പരിപാടി ഏത് ജില്ലയിൽ എവിടെയെങ്കിലും പോകണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചാൽ പോകാറുണ്ട്. മണ്ഡലത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയെ കൂടുതലായി കേന്ദ്രീകരിക്കും. ഞാൻ ഈ ജില്ലക്കാരനാണ്. ആ നിലയിൽ ജില്ലയിലെ പാർട്ടിയെ സഹായിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അത് ഞാൻ പൂർണ്ണമായും നിറവേറ്റുക തന്നെ ചെയ്യും. മറ്റ് സ്ഥലത്ത് പോകണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടാൽ നിർബന്ധമായി പോകും. അക്കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല.